ഹായ് വൈബ് വിത്ത് തെരേസ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ നമ്മളൊരു ട്രിപ്പ് പോവാണ് കേട്ടാ. നമുക്ക് ഗോവയിലൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഒരു പ്രോഗ്രാമും അതുപോലെ തന്നെ ഒരു ട്രിപ്പും കൂടിയാണ് കേട്ടത്. അപ്പം നമ്മളിത് എയർപോർട്ടിലോട്ട് പോവാണ് കേട്ടാ. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് കേട്ടാ. എൻ്റെയും അതെ അതുട്ടെൻ്റെയും അതെ. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അമ്മിച്ചി മുന്നേ പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷം. നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ പോകുന്നു, ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് പോകുന്നതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട്. അപ്പം അപ്പോൾ എയർപോർട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങാണ് കേട്ടാ. അപ്പം അതേ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങാണ് കേട്ടാ. അതുട്ടൻ്റെ അമ്മാമിൻ്റെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതുട്ടൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? അതുട്ടൻ്റെ മത്തുമേമ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടാ. മത്തു ആൻറ്റി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടാ. അതെ അതുട്ടൻ്റെ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാണ് കേട്ടാ. സൈമു പറയും സൈമോ ബസ് പോയി അത് പോട്ടെ. കുട്ടിയുടെ നിത്യം പോണ വണ്ടിയാണ് അത്. നിർത്താ കീന്നടിച്ചിട്ട് നമ്മള്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടാ. അങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് കടമ്പ കടക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടാ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ലഗേജൊക്കെ എടുത്ത് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി. നമ്മൾ ലഗേജ് വിടാനായിട്ട് ഇങ്ങനെ ക്യൂവിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. Available for a fee with a receipt. Unwind in spacious comfort during your flight. Please contact the nearest cabin crew member. Cabin crew speak Hindi and English. Some of us speak Malayalam. हमारे सुरक्षा निर्देश पत्र में इनका स्थान और उपयोग के निर्देश आपके लिए ब्रेल में एक सुरक्षा सूचना कार्ड और संचार गाइड उपलब्ध है। पावर बैंक्स और लिथियम बैटरीज गर्म होकर आग पर അങ്ങനെ ഞാൻ വലതുകാല് വെച്ച് തന്നെ ഫ്ലൈറ്റിൽ കയറിയിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇങ്ങനെ ഓരോ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ കേൾക്കണോണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി ഞങ്ങൾ ഇരുന്നു. ആദ്യത്തിന് സൈഡ് സീറ്റായിരുന്നു. അപ്പോൾ അവനെ ബെൽറ്റ് ഇട്ട് ഇരുത്താനായിട്ട് അവർ വന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അവനെ ബെൽറ്റൊക്കെ ഇട്ട് ഇരുത്തി. പക്ഷേ ആൾ കൂട്ടാക്കുണ്ടായിരുന്നില്ല. പിന്നെ ഒരു പ്രിങ്കിൾസിൻ്റെ ഒരു ബോക്സൊക്കെ കൊടുത്ത ആളങ്ങനെ ഇരുത്തിയിട്ടാ. പിന്നെ മുകളിലേക്ക് എടുക്കണ സമയമായപ്പോൾ അതൊക്കെ ഫുള്ള് ഫിനിഷ് ചെയ്തു. ആളൊന്ന് സ്റ്റഡി ആവണ വരെ നമ്മൾ എന്തായാലും ബെൽറ്റ് ഇട്ട് ഇരുത്തണമല്ലോ. അങ്ങനെ അങ്ങനെ ഇരുത്തി. ഞങ്ങളിതേ മുകളിലോട്ട് ഇങ്ങനെ പോയിട്ടാ. ഹായ് പറഞ്ഞ കൈ കൊണ്ട് കാണിക്ക്.
അങ്ങനത്തെ ആദുട്ടൻ അവിടെ നിന്ന് ബെൽറ്റൊക്കെ ഊരി അമ്മാമ്മയുടെ മടിയിലേക്ക് ചാടിയിട്ട. പിന്നെ അവന് കായ വറുത്തതൊക്കെ കൊടുത്ത് അങ്ങനെ അവനവിടെ സെറ്റൊക്കെ അങ്ങനെ ഇരുത്തിയിട്ട് പിന്നെ ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവനത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവന് കുറച്ചൊരു എന്താ പറയുക ചെവിക്കൊരു അടച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആദുട്ടൻ സൈഡ് സീറ്റിൽ നിന്ന് മാറിയതുകൊണ്ട് തന്നെ ഞാൻ സൈഡ് സീറ്റിൽ പോയിരുന്ന് നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു മേഘങ്ങളിലുള്ളിലൂടെയുള്ള യാത്രയൊക്കെ നല്ലതായിരുന്നു. പിന്നെ ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്ക് മെയിനായിട്ട് പേടി ഇങ്ങനെ അമ്മച്ചൊക്കെ പറയാനായിട്ടുണ്ട് ചെവി അടയും ചിലപ്പോൾ എന്നുള്ളത്. അതൊരു പേടിയായിരുന്നു. പിന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്കൊരു യന്ത്രഊഞ്ഞാലൊക്കെ ഇരുന്നൊരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ അവർ വന്നിട്ട് പറഞ്ഞു അതുതന്നെ സീറ്റിലിരുത്തി വീണ്ടും ബെൽറ്റ് ഇടാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവനെ ബെൽറ്റൊക്കെ ഇട്ട് ഇരുത്തിയെങ്കിലും അവൻ സ്കൂട്ടാക്കിയില്ല. नमस्कार, भारत के अनेक एयरपोर्ट्स पे बेहतर अनुभव के लिए डिजी അങ്ങനെ ബെൽറ്റ് ഇട്ട് ഇരുത്തിയ സ്പീഡിൽ തന്നെ അവൻ അതിൽ നിന്ന് ഊർന്നിറങ്ങിയിട്ട് അമ്മച്ചിയുടെ മടിയിൽ പോയിരുന്നു കേട്ടോ. അവന് ചെവിയിൽ എന്തോ ഒരു അസ്വസ്ഥത വരുന്നുണ്ട്. പിന്നെ സായുമായാലും പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ചെവി അടയുന്നുണ്ടെന്ന്. അപ്പം അവന് പറയാൻ അറിയില്ലല്ലോ. അപ്പം അങ്ങനെ അവൻ ചെവിയൊക്കെ വെച്ച് ഇങ്ങനെ അമ്മമ്മയുടെ മീത്ത് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഞങ്ങളിത് ഹാൻഡ് ലഗേജൊക്കെ അതിൽ നിന്ന് എടുത്ത് ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ പുറത്തിറങ്ങിയിട്ടാണ്. പിന്നെ നമ്മളിനി എയർപോർട്ടിനകത്തേക്ക് പോകാനായിട്ട് ഈ ഗ്രൗണ്ടിൽ തന്നെ ഒരു ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സിനകത്തേക്ക് ഞങ്ങൾ കയറാണ് കേട്ടോ. അങ്ങനെ ബസ്സിൽ സ്ഥലമൊക്കെ പിടിച്ചിരുന്ന് ഞങ്ങളിത് അതിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യട്ടനാണെങ്കിൽ അവിടുത്തെ ഫ്ലൈറ്റൊന്നുമല്ല, അവൻ അതിലേ വല്ല ലോറി എന്തെങ്കിലും പോകുമ്പോൾ അപ്പോൾ അതാണ് അവനിഷ്ടം. ലോറി പോകണു അങ്ങനെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അല്ലാണ്ട് ഫ്ലൈറ്റൊന്നും കുട്ടിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നണില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിലതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അതിനകത്തൊക്കെ ചുറ്റിക്കറങ്ങി നമ്മളിതേ ഫൈനലി നമ്മുടെ എയർപോർട്ടിനകത്തേക്ക് കയറിയിട്ടാ. എയർപോർട്ടിനകത്ത് കയറി നമുക്ക് കുറച്ച് നേരം പിടിച്ചു നമുക്ക് നമ്മുടെ ലഗേജ് കിട്ടാനായിട്ട്. ബാക്കി എല്ലാവരും കിട്ടി, ഞങ്ങളുടെ പെട്ടി മാത്രം വരാനായിട്ട് കുറച്ചധികം ലേറ്റ് ആയിട്ടാണ്. അങ്ങനെ ഞങ്ങളിതേ എയർപോർട്ടിനകത്ത് കയറി ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങളുടെ ആ ഒരു പെട്ടി അങ്ങ് കിട്ടിയിട്ടാ. അങ്ങനെ ഞങ്ങൾ ചേച്ചീനൊക്കെ വെയിറ്റ് ചെയ്തതേ ലഗേജൊക്കെ പിടിച്ച് ഞങ്ങളിതേ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ചേച്ചീനെ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. ചേച്ചീനെ വിളിച്ചപ്പോൾ ചേച്ചി പുറത്തുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ഞങ്ങളോട് ചോദിച്ചത് ഇന്ന് വെറുതെയാണോ ഗോവൻ ടിക്കറ്റ് കൊടുത്തിരുന്നത്, അതുപോലെ ബ്ലോക്കും കാര്യങ്ങളായിരുന്നു എയർപോർട്ടിലേക്ക് അവർക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനതേ ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് കയറി. അപ്പോഴത്തേനും ചേച്ചി വന്നു കേട്ടാ. ഇതാണ് കേട്ടോ ജിഷ ചേച്ചി. അങ്ങനത്തെ ചേച്ചി ബായൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഞങ്ങൾ കാറിലൊക്കെ കയറി പോവാണ് കേട്ടാ. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടിയേക്കൊണ്ടു. എന്തോരാളായിരുന്നു ആ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റത്തില്ല, അത്ര തിരക്കാ. ഞാനിവിടെ സൈഡ് അല്ല ഹാൻഡ് ബാഗ് എന്റെ കയ്യിലുണ്ട്. ആദ്യം കുഴപ്പമില്ല.
ഫുള്ളായിരുന്നു ഫുള്ള്. ഫസ്റ്റ് ഫ്ലൈറ്റ് നല്ല അടിപൊളിയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഫുള്ളായിട്ട് വന്നേ. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞത് ചേച്ചിയുടെ വണ്ടിയിൽ ഇങ്ങനെ പോയോണ്ടിരിക്കാനായിട്ടാ. ഇടയിൽ വെച്ച് നമ്മുടെ കാറിൽ രണ്ടാമത്തെ ചേച്ചിയും കൂടി കയറിയിട്ടാ. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ സൊട്ടയുടെ മമ്മി ഷേർലി ആൻറ്റി പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അത് വീഡിയോ എടുക്ക് യൂട്യൂബിൽ ഇടാലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിത് ആൾ പറഞ്ഞിട്ടാണ് ഞാനൊരു പാലൊക്കെ എടുത്തത്. ഇതൊരു എന്തോ ഒരു ബീച്ച് സൈഡ് പോലെ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ എടുത്തത്. പിന്നെ ആ കാണുന്ന പാലം അവിടെ എത്തിയപ്പോഴും എന്നോട് ഷേർലി ആൻറ്റി പറഞ്ഞത് വീഡിയോ എടുത്ത് നല്ലതായിരിക്കും. ജോയി അങ്കിൾ അപ്പോഴത്തേനും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഷേർലി ആൻറ്റിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പാലത്തിൻ്റെ. അപ്പോൾ പിന്നെ ഞാൻ ആൻറ്റി പറഞ്ഞതല്ലേ നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാനും വീഡിയോ എടുത്തുവിട്ട്. അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. ഒരു 1 hour ഒക്കെ ട്രാവൽ ഉണ്ടായിരുന്നു നമുക്ക് അവിടേക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് എയർപോർട്ടിൽ നിന്നിട്ടാ. അങ്ങനെ നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പാലം. അപ്പോൾ ആ പാലത്തിലൂടെയൊക്കെ ഇങ്ങനെ പോയി നമ്മൾ കുറച്ച് നേരം എടുത്തു നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ചേച്ചിമാർ രണ്ടുപേരും ഫുൾ ബിസിയാണ് പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അങ്ങനെ നല്ല ബിസിയാണ്. ഇത്ര അധികം ആളുകൾ വന്നിരിക്കുകയാണ്. ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ആക്കണ്ടേ. അപ്പം അതിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫൈനലി ചേച്ചിയുടെ ഫ്ലാറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടാ. ചേച്ചി 2 ഫ്ലാറ്റ് ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് ഇപ്പോൾ പുതിയൊരു ഇതാക്കിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ചേച്ചിയുടെ വീടിൻ്റെ പേര് ബദേൽ എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബദേലിലെത്തി. അങ്ങനെ ബദേലിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ബദേലിലെത്തി. അവിടെ ചേച്ചിയുടെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. പിങ്ക് ചുരിദാർ ഇട്ടതാണ് നമ്മുടെ അമ്മച്ചിയുടെ ബ്രദറിൻ്റെ വൈഫ്, അതായത് ജിഷ ചേച്ചിയുടെ അമ്മ കേട്ടോ. അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മളിത് അകത്തേക്ക് കയറി. ഇവിടെ എത്തിയപ്പോഴത്തേനും ആദുട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ആദുട്ടൻ അവിടെ കിടന്ന് ഉറങ്ങട്ടെ, ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിനി കുറച്ച് ദിവസം 2 ദിവസം ഈ ഒരു റിസോർട്ടല്ല ഒരു ഹോട്ടലിലായിരിക്കും ഇവിടെ നമ്മൾ ഉണ്ടാവുക. അങ്ങനെ ഈ ഹോട്ടലിൽ നമ്മളെത്തി. അപ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോ ജസ്റ്റ് എടുത്തു കേട്ടാ. ഇതായിരുന്നു നമ്മുടെ റൂം. നല്ല റൂമായിരുന്നു, നല്ല സ്റ്റേ ആയിരുന്നു. പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചേച്ചിയുടെ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ നൈറ്റൊന്നൊക്കെ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ റൂമിൽ വന്നിരുന്നത്. അങ്ങനെ നല്ല സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വൈബ് തെരേസ ഫാമിലിയുടെ ഈ ഒരു ഫാമിലിയുടെ കൂടെ വൈബാവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ നാളെ കാണാം. ബൈ.